സ്റ്റേഡിയം ഏറ്റെടുത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ സമയത്തും അതിനുശേഷം വലിയ ചോർച്ചയുണ്ടായ സമയത്തുമൊക്കെ ആ പകലുകളിൽ നടന്നവർ തന്നെയാകും ഇപ്പോഴും നടക്കുന്നത് അല്ലേ? ഒരു സംശയമില്ല. കാരണം അവരെല്ലാം അതൊരു ദിനചര്യയായി മാറിയ അവിടെ തന്നെ കൂട്ടായ്മകളുണ്ട്. നെഹ്റു സ്റ്റേഡിയത്തിന് ചുറ്റും നടക്കാൻ വരുന്നവരുടെ കൂട്ടായ്മ, അവരുടെ ഒക്കെ എല്ലാ ദിവസവും ഒരുമിക്കുന്നവരായതുകൊണ്ട് അവരുടെ വലിയ സൗഹൃദമുള്ള എല്ലാത്തിനും സാക്ഷി അവരാണ്. അപ്പൊ അവരോടൊന്ന് ചോദിച്ചാൽ നന്നാകും നിഷ. അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും ഇവിടെ പല വർഷങ്ങളായി സ്റ്റേഡിയത്തിലേക്ക് നടക്കാൻ വന്നിരുന്ന ആളുകളാണ്. ഈ നവീകരണ പ്രവർത്തനം നടത്തിയ സമയങ്ങളിലും അത് കഴിഞ്ഞും ഒക്കെ തന്നെ ഇവിടെ സ്ഥിരമായി വരുന്ന ആളുകളാണ്. അവരോട് ചോദിച്ചാൽ തന്നെ നമുക്ക് ഈ നവീകരണത്തെക്കുറിച്ചുള്ള കൃത്യമായ കാര്യം മനസ്സിലാകും. ചേട്ടാ, 70 കോടി രൂപ മുടക്കി ഈ സ്റ്റേഡിയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ഇതിലെ സ്പോൺസർ അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് ഈ നവീകരണം നടന്നിട്ടുണ്ടോ? നവീകരണം നടത്തിയെന്ന് പറയുമ്പോൾ അത് 10, 35, 40 വർഷങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ നടക്കാൻ വരുന്ന ആൾക്കാരാണ്. അവർക്കതിന് ഒരു പ്രത്യക്ഷത്തിൽ അത്ര വലിയൊരു ഡെവലപ്മെൻറ്റ് ഉള്ളതായിട്ടും ഒന്നും കാണാൻ മനസ്സിലാകുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹൈജീനിക് സിസ്റ്റം അത് റെഡി ആയിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള സീനിയർ സിറ്റിസൺസ് അവർക്ക് നടത്താനുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇവിടെ ബാത്റൂംസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഹൈടെക്കിൽ പണിതിട്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് ഒന്നും തന്നെ അത് പ്രയോജനപ്രദമായ രീതിയിലേക്ക് അതൊന്നും തന്നെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത്തരണത്തിൽ പൊതുജനത്തിനും സാമാന്യ ജനത്തിനും ഇവിടെ നടക്കാൻ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് അല്ലുള്ള ആൾക്കാർക്കൊക്കെ പ്രയോജനപ്രദമായ രീതിയിൽ ഒരു ഹൈ ക്വാളിറ്റി അനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒന്നും തന്നെ ഞങ്ങളുടെ അനുഭവത്തിലില്ല. ഈ നിങ്ങൾക്ക് ആ സമയത്ത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഈ നവീകരണ പ്രവർത്തനം നടത്തിയ സമയത്ത് ഇവിടെ അടച്ചിരിക്കുകയായിരുന്നു, പരിഗണന ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷം നല്ല രീതിയിലൊരു പ്രവർത്തനം ഉണ്ടാവും, നല്ല നമ്മൾ ജനത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഈ നവീകരണം 70 കോടിയുടെ ആണെന്നാണ് സ്പോൺസർ പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് തൊട്ടടുത്ത സമയത്ത്, അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ ഒരു മത്സരം നടന്നപ്പോൾ ഇത് ഭയങ്കരമായി ചോർന്നൊലിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ രീതിയിൽ യാതൊരു പ്രവർത്തനവും നടത്താതെയാണ് കുറേ നാൾ നിങ്ങളെപ്പോലുള്ള ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ സ്റ്റേഡിയം അടച്ചിട്ടിരുന്നത്. സ്റ്റേഡിയത്തിൽ ഒരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം വന്നപ്പോൾ അതിന് കുറേ മെയിൻ്റെനൻസൊക്കെ നടത്തിയതാണ്. പക്ഷെ അത് ഇത്രമാത്രം നടത്തിയിട്ടും അതിൻ്റെ ചോർച്ച മാറ്റാനായിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ അന്ന് ശ്രദ്ധിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് ഈ തവണ മഴ വന്നപ്പോൾ സ്റ്റേഡിയം കാര്യമായിട്ട് ചോർന്നു. അല്ല, ഈ സ്പോൺസർ നവീകരണം നടത്തിയെന്ന് പറയുന്നുണ്ട് 70 കോടിക്ക്. ഇതിപ്പോൾ നേരത്തെ അന്താരാഷ്ട്ര മത്സരം നടന്നപ്പോൾ സ്റ്റേഡിയം GCDA തന്നെ നവീകരിച്ചിരുന്നു. ഇതിപ്പോൾ സ്പോൺസർ രണ്ടാമത് 70 കോടിക്ക് നവീകരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷവും സ്റ്റേഡിയത്തിന്റെ അവസ്ഥ മാറിയിട്ടുണ്ടോ? എന്താണ് സ്റ്റേഡിയത്തിന്റെ അവസ്ഥ പഴയ പോലെ തന്നെയാണ്. ചേറൊക്കെ പൊളിഞ്ഞൊക്കെ തന്നെ കിടക്കുന്നു ഇപ്പോഴും. അത് കാരണം ഈ തവണത്തെ ഫുട്ബോൾ മാച്ച് വെച്ചിട്ട് 4-1 ആൾ കൂടി അതിനകത്ത് കയറാനുണ്ടായില്ല. ഫ്രീ ആയിട്ട് ആൾക്കാരെ കയറ്റിയിരുന്നു. പിന്നെ സ്റ്റേഡിയത്തിന് മാറ്റമൊന്നുമില്ല അല്ലേ? മാറ്റമൊന്നും കരുതൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇവിടെ നടക്കാൻ വരുന്ന അധികം ആൾക്കാരും പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു ടോയ്ലറ്റ് നമ്മൾ ഇതേപോലെ സ്ഥലങ്ങളിൽ പറഞ്ഞ് 1-2 ടോയ്ലറ്റൊക്കെ ഉണ്ടാവും. ഇവിടെ 3 ടോയ്ലറ്റ് ലക്ഷങ്ങൾ മുടക്കി പണിത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല. എല്ലാം കാട് പിടിച്ച് മഹാമോശമായി കിടക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹോട്ടലിൽ പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം വരുന്നവർ എന്തായാലും 1 മണിക്കൂർ ഇവിടെ ചിലവഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വിദേശ യാത്ര നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എവിടെ പോയാലും നമ്മളൊരു പാർക്കിലായാലും എവിടെയായാലും ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവും. അത് നമ്മുടെ ഈ നാട്ടിലില്ല, പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിലില്ല. കാരണം എക്സസൈസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല നമുക്ക് ടോയ്ലറ്റ് പോകണ്ടേ. അതൊന്നും ഇവിടെ സാധിക്കുന്നില്ല. ഈ സ്റ്റേഡിയത്തിലെ ഈ നവീകരണം നടക്കുന്ന സമയത്ത് സ്റ്റേഡിയത്തിലെ മരങ്ങളൊക്കെ വ്യാപകമായി വെട്ടി മാറ്റിയിരുന്നു. അത് മാത്രമാണോ ഇവിടെ നടന്നത്? സാധാരണഗതിയിൽ ഡെവലപ്മെൻറ്റ് വരുന്ന സമയത്ത് മുറിക്കേണ്ടി വരും ചിലപ്പോൾ. അതിന് വലിയൊരു അപരാധമായിട്ട് കാണാൻ പാടില്ല. ഇപ്പം ഏതാണ്ട് 1996-97 കാലഘട്ടത്തിലാണ് ഈ പണി തുടങ്ങിയത്. 30 വർഷമായി. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ടോയ്ലറ്റ് രാവിലെ 5 മണിക്ക് ആയിരക്കണക്കിന് ആൾക്കാർ രാവിലെ വൈകിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അതിൽ അഴിമതി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അഴിമതി ഉണ്ടാകും, നടത്തോട്ടെ. പക്ഷേ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രയോജനപരമായ രീതിയിലുള്ള പരിപാടി നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 2 പ്രോഗ്രാം മാത്രം നടത്തിയാൽ പോരാ. ഇവിടുത്തെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തിട്ട് അവർക്ക് ഭാവിയിൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ആക്കണ്ടിക്കൽ
ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും ഒരു പരിപാടി നടത്തി വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഗുണപ്രദമാവും. ഇതൊന്നൊന്നുമില്ല, ഒരു വർഷത്തിൽ മെസ്സി വരും എന്ന് പറഞ്ഞിട്ട് മെസ്സി വരുന്നില്ല, അതുമാത്രം അത് പോട്ടെ, കുഴപ്പമില്ല. മറ്റുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള വേദി ഒരുക്കാൻ അത് ചെയ്യണം.